എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ബെഡ്റൂം ഉണ്ടായിരിക്കും. ആ ബെഡ്റൂമിൽ നമുക്ക് കട്ടിലിനടിയിൽ വെക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് എല്ലാവരുടെ ജീവിതത്തിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നം തന്നെയാണ്. നമ്മുടെ വീട്ടിലെ ബെഡ്റൂം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. പകൽ സമയത്തെ ജോലികളും അലച്ചിലുകളും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ആ ബെഡ്റൂമിലൊന്ന് എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെന്നില്ലാത്തൊരു ആശ്വാസവും സമാധാനവും എല്ലാം കിട്ടുന്നു. എന്തുതന്നെയായാലും നമ്മൾ ബെഡ്റൂമിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസം അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കത് കിട്ടാതെ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂമിൽ കട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ നമുക്ക് ഒരു പരിഹാരം കിട്ടാവുന്നതാണ്. പലരും വീടുണ്ടാക്കുമ്പോൾ തൊട്ട് തന്നെ വാസ്തു നോക്കാറുണ്ട്. ഈ വാസ്തു പ്രകാരം നമ്മൾ വാസ്തു നോക്കുമ്പോൾ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിഞ്ഞു പോകുന്നു. വാസ്തു പ്രകാരം നിങ്ങളുടെ വീട്ടിലെ കിടപ്പുമുറിയും കട്ടിലും നിങ്ങളുടെ ബന്ധത്തെ തന്നെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ചില വീടുകളിൽ ദമ്പതികൾ തമ്മിൽ ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരിങ്ങനെ വഴക്കിടുന്നത് നമുക്ക് കാണാം. എന്താണ് കാരണം എന്ന് അവർക്കു തന്നെ അറിയില്ല. ഇത് പലപ്പോഴും വാസ്തുദോഷം മൂലമാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ വാസ്തുവിൽ വിശ്വസിക്കുന്നവർ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്നതാണ്. വാസ്തുപ്രകാരം ദമ്പതികൾ കിടക്കുന്ന കട്ടിലും കിടക്കയും ഒറ്റ ഒന്നായിരിക്കണം. ഇനി അഥവാ 2 കട്ടിലാണെങ്കിൽ ബെഡ് ഒന്നായിരിക്കണം. ഇനി 2 കട്ടിലും 2 ബെഡും ആണെങ്കിൽ പോലും കട്ടിലുകൾ ഒരുമിച്ച് ചേർത്ത് വിരിപ്പ്, അതായത് ബെഡ്ഷീറ്റ് വേറെ വേറെയാകാൻ പാടില്ല. ബെഡും കട്ടിലും വേറെ വേറെയാണെങ്കിലും അത് ഒരുമിച്ചിട്ട് ബെഡ്ഷീറ്റ് ഒറ്റ ഒന്നായിരിക്കണം. അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് ഇത് കാരണമാകുമെന്ന് പറയുന്നു. കിഴക്ക് അല്ലെങ്കിൽ തെക്ക് തലവെച്ച് കിടക്കുന്നതാണ് ഉത്തമം. കട്ടിലിന് അഭിമുഖമായി ഒരു തരത്തിലുള്ള കണ്ണാടിയും വെക്കരുത്. ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. നിങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ പല സാധനങ്ങളും നിറച്ചു വയ്ക്കുന്നത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. നിങ്ങൾ കിടക്കുന്ന കട്ടിലിനടിയിൽ പുസ്തകങ്ങളോ പേപ്പറുകളോ മാസികകളോ നോവലുകളോ ഒന്നും തന്നെ, ഈ വക സാധനങ്ങളൊന്നും തന്നെ കട്ടിലിനടിയിൽ വെക്കരുത്. ഇത് നിങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. വാസ്തുപ്രകാരം കിടക്കുന്ന കട്ടിലിനടിയിൽ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും അടിച്ച് കൂട്ടുവാനോ ഒന്നും പാടുള്ളതല്ല. പഴം തുണിക്കെട്ടുകളും വൃത്തിഹീനമായ തുണികളും ഒന്നും തന്നെ നിങ്ങൾ കിടക്കുന്ന കട്ടിലിനടിയിൽ വയ്ക്കുവാൻ കൂട്ടിയിടുവാൻ പാടില്ല. കേടായ ഇലക്ട്രോണിക് സാധനങ്ങളും ഇരുമ്പ് സാധനങ്ങളുമെല്ലാം ചിലരെല്ലാം കട്ടിലിനടിയിലേക്ക് അങ്ങ് നീക്കിയിടുന്നവരുണ്ട്. വാസ്തുപ്രകാരം ഇത് ചെയ്യുന്നത് തീരെ ഗുണകരമല്ല. ഇത് വഴക്കിന് കാരണമാകുന്നതാണ്. അതുപോലെ തന്നെ ചിലരെല്ലാം ബെഡ്റൂമിൽ ചെരുപ്പ് അഴിച്ചു വയ്ക്കുന്നത് കാണാം. കട്ടിലിനടിയിലോ ബെഡ്റൂമിലോ ചെരുപ്പുകൾ അഴിച്ചു വയ്ക്കുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി ആകർഷിക്കുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. കട്ടിലിനടിയിൽ ചൂൽ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വാസ്തുപ്രകാരം ഇത് വീട്ടിലെ അംഗങ്ങൾക്ക് രോഗസാധ്യത കൂടാനും സാമ്പത്തിക പ്രശ്നങ്ങൾ വരുത്താനും ഇടയാക്കുമെന്ന് പറയുന്നു. ബെഡ്റൂമിൽ കട്ടിലിനടിയിൽ ഒരിക്കലും പണം സൂക്ഷിക്കുകയോ TV, അക്വേറിയം ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും സൂക്ഷിക്കുവാൻ പാടില്ല. ബെഡ്റൂമിൽ എപ്പോഴും സമാധാനം നിറഞ്ഞ അന്തരീക്ഷമാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ മനസ്സിലും അങ്ങനെ നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. ഒരു പകൽ മുഴുവൻ കഴിഞ്ഞ് രാത്രി മുഴുവൻ നമ്മൾ ചിലവഴിക്കുന്ന സ്ഥലമാണ് ബെഡ്റൂം. അതിനാൽ തന്നെയും ബെഡ്റൂമിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നു. നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് എനർജി നിറയുന്നു. അങ്ങനെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നു.